നമസ്കാരം. നമ്മൾ ചില മലയാളികളെ സഹായിക്കാൻ പോയിട്ട് കൊടുക്കുന്ന നമുക്ക് തന്നെ വലിയ പ്രശ്നമാവുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ പല ആൾക്കാരുടെ അനുഭവമായിട്ട് കേട്ടിട്ടുണ്ട്. അത്തരൊരു സംഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഈ വ്യക്തി ഗൾഫിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു നല്ലൊരു എക്സിക്യൂട്ടീവ് കമ്പനിയിലെ ഒരു ചെയർമാൻ പോലുള്ള ഒരു വ്യക്തിയുടെ ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹവും അയാളുടെ ഓണറും കൂടെ, അയാളുടെ മെയിൻ ആളും കൂടെ ഏതൊരു സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര വഴക്ക്. ഒരു ഈജിപ്ഷ്യൻ വ്യക്തിയും ഒരു മലയാളിയും തമ്മിൽ വഴക്കാണ്. ഏതോ പാർക്കിങ്ങിൻ്റെ പേരിലൊരു വഴക്കാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും നടക്കുന്നുണ്ട്. ഇതിൽ ഇയാളെ അട്രാക്റ്റ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തല്ലുകൊള്ളുന്ന അല്ലാതെ വഴക്കുണ്ടാക്കുന്ന ആ മനുഷ്യൻ്റെ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചാണ് ഈജിപ്ഷ്യനായ വ്യക്തി അയാളെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ചെന്ന് സംസാരിക്കുകയും അവർ തമ്മിൽ പറഞ്ഞ് നീ അങ്ങ് വിടെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞപ്പം ഈ ഈജിപ്ഷ്യനും ഇയാളും തമ്മിൽ അങ്ങ് വഴക്കായി. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി, ചെറിയ ദേഹോപദ്രവമായി, ദേഹം തമ്മിൽ മുറിയുകയൊക്കെ ചെയ്തു. അപ്പം ഇയാളുടെ ഓണർ, അതായത് ചീഫ് വലിയ ആളായിട്ടിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു, നമുക്കിത് കേസിലേക്ക് പോകണം, കാരണം അങ്ങനെ പബ്ലിക്കായിട്ടൊരു നോയ്സസ് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ ആദ്യം വഴക്കുണ്ടാക്കിയ മലയാളി വരുന്നില്ല. ഇവർ അന്നത്തെ പോലീസ് സ്റ്റേഷൻ്റെ ടൈമിംഗ് തീരുന്നിടം വരെ അവിടെ രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇയാളെ വിളിക്കുമ്പോൾ ഒന്നും ഇയാൾ ഫോൺ എടുക്കുന്നില്ല. രാത്രിയിൽ ഇയാൾ തിരിച്ചു വിളിച്ച് പറഞ്ഞു, എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് എതിര് പറയാണ് കേസ് കൊടുക്കുന്നതിന്, ഞാൻ അതുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞു. ഞാൻ എന്നെ നിർബന്ധിക്കരുത്, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു വെച്ചു. പക്ഷേ ഈ മനുഷ്യൻ്റെ, ഈ ഡ്രൈവറായ ജോലി ചെയ്യുന്ന മനുഷ്യൻ്റെ മാനേജറായിട്ടുള്ള വലിയ ഹയർ പൊസിഷൻ ഇരിക്കുന്ന അയാൾ പറഞ്ഞു നമുക്ക് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ കേസ് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ പോലീസ് കേസ് എടുക്കുമ്പം ചോദിക്കുന്ന ചോദ്യം, ഈ നിങ്ങളും ഈജിപ്ഷ്യനും തമ്മിൽ എന്തിനാണ് വഴക്ക്? അപ്പോൾ അവർ പറയാണ് ഇയാൾ വേറെ ആളെ തല്ലുന്ന കണ്ടിട്ട് ഇടപെട്ടാണെന്ന് പറയുമ്പോൾ എന്ത് ആ ആളെന്ന് ചോദിക്കുകയാണ്. അപ്പം പോലീസ് പറയുന്നുണ്ട്, നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ആളും കൂടെ വരണം, വന്നെങ്കിൽ മാത്രമേ ഈ കേസിന് ഒരു സ്ട്രോങ് ആകത്തുള്ളൂ. അതായത് കേസ് സ്ട്രോങ് ആകുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് പ്രശ്നമാകും. അയാൾ ജഗജമം വരത്തില്ല. ഇയാൾ കാല് പിടിച്ച് വിളിച്ച് പറഞ്ഞു നിങ്ങളോട് ഒന്ന് വാ, നിങ്ങളോട് വെച്ച് കേസ് കൊടുക്കണം, നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ മതി, കാരണം അയാളെ ഒരാവശ്യമില്ലാതെ അടിച്ചതിൻ്റെ പേരിലാണ് ഇയാൾ ഇടപെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ അയാൾ വരത്തില്ല. അവസാനം കേസിൻ്റെ രീതി എങ്ങനെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുകയും പബ്ലിക്കിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നെങ്കിൽ ജയിൽ ശിക്ഷയിലേക്ക് പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് ഡീപ്പോർട്ടേഷൻ അടിച്ചു കളയും. ഒടുക്കം ഇയാൾ ഒത്തിരിയും ബുദ്ധിമുട്ടി. കാരണം ഇയാൾ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് മേടിച്ച്, കള്ളം പറഞ്ഞ് മേടിച്ച് കൊണ്ടു കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും വെരിഫിക്കേഷന് പോവുകയും പല രീതിയിലൊക്കെ പോയി അവസാനം ലാസ്റ്റിൽ പോലീസുകാർ തന്നെ പറഞ്ഞിട്ട് ഇത് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽ ചെയ്യാവുന്ന രീതിയിൽ ഇയാളും മറ്റേ ആളും തമ്മിൽ കോംപ്രമൈസായി കേസ് അങ്ങ് പിൻവലിച്ചു. എന്നോട് ഈ മനുഷ്യൻ പറഞ്ഞാൽ, തുടർന്നുള്ള ജീവിതത്തിൽ എവിടെ ഒരു ഒഫീഷ്യൽ കാര്യത്തിന് പോയാലും ആദ്യമേ ഇയാളുടെ ഈ ID നമ്പർ ചെക്ക് ചെയ്തിട്ട് പോലീസുകാർ എല്ലാവരും നോക്കിച്ചിരിക്കും. കാരണം ID നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ കിടക്കുന്ന കേസ് കിടപ്പുണ്ട്, അതായത് കേസിൻ്റെ റിപ്പോർട്ട് കിടപ്പുണ്ട്, എന്തുവാ പബ്ലിക് ന്യൂസൻസ് അല്ലെ പബ്ലിക് ഫൈറ്റ് ചെയ്ത വ്യക്തിയാണെന്നുള്ള രീതിയിൽ. കാരണം അയാളുടെ ജീവിതത്തിൽ ഇനി അത് നിങ്ങൾക്കറിയാമല്ലോ, ഈ പ്രവാസിയായിട്ടൊക്കെ ജീവിക്കുമ്പോൾ അറബ് രാജ്യത്തൊക്കെ ഒരിക്കലും ഈ റെക്കോർഡ് കയറി കഴിഞ്ഞാൽ പിന്നെ മാറ്റാനൊക്കെ അവസരങ്ങളുണ്ട്, അല്ലെ സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിലും നോർമലി പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇത് മാറത്തില്ല. അയാളുടെ ജീവിതകാലം മുഴുവനും ആ റെക്കോർഡ് അവിടെ കിടക്കും. അവരോട് പറയായിരുന്നു, പിന്നെ എന്തൊരു പ്രശ്നം എവിടെ നടന്നെന്ന് പറഞ്ഞാലും ഞാൻ ഇടപെടാറില്ല സാറേ എന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് വന്ന ഒരു അനുഭവം, ഒരു മലയാളിയായ ഒരു വ്യക്തിയെ പബ്ലിക്കിൽ അയാളുടെ കുഞ്ഞുൾപ്പെടെ വേറെ ആൾ നിൽക്കുമ്പം വേറെ ആൾ ഉപദ്രവിക്കുന്ന കണ്ടിട്ട് സങ്കടം തോന്നി ഇടപെട്ടാണ് ഒടുക്കം ഇയാൾക്ക് പാരയായിട്ട് വരുന്നത്. ഇത്തരം ആൾക്കാർ ധാരാളമുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർമ്മ വരുമായിരിക്കും. താങ്ക് യു.